ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കർത്താവിൽ ഏറ്റവും പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ ദിവസത്തിൽ നമുക്ക് ഒരുപാട് ഈശോയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് നമ്മുടെ ശുശ്രൂഷയിലേക്ക് കടന്നു വരാം. ദൈവാരൂപിയുടെ അതിശക്തമായ പ്രവർത്തനം നമ്മൾ നടക്കാൻ വേണ്ടി നമുക്ക് ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. ഇന്ന് അച്ഛൻ നൽകാൻ പോകുന്ന വചനം വളരെ പ്രധാനപ്പെട്ട ഒരു വചനമാണ്. കൃപ നിറഞ്ഞ ഈശോയ്ക്ക് സാക്ഷ്യം വഹിക്കുവാനുള്ള ഒരു പ്രത്യേക വചനമാണ് തരാൻ പോകുന്നത്. ഇത് വളരെ ഗൗരവമായിട്ടാണ് ഞാൻ എൻ്റെ ക്ലാസ്സുകളെല്ലാം തരുന്നത്. പ്രധാനമായിട്ട് അതിൻ്റെ അനുഭവത്തിലൂടെയാണ്. അറിവിനേക്കാൾ ഉപരിയായിട്ടൊരു അനുഭവങ്ങൾ ഒരുപാട് എനിക്ക് തന്നു. അരൂപിയുടെ ചലനങ്ങളെക്കുറിച്ച് ഞാൻ പഠിച്ചു. ആ അരൂപി എന്ന് പറയുന്ന കാര്യങ്ങളാണ് തരുന്നത്. യോഹന്നാന്റെ സുവിശേഷം 14 അധ്യായം 1 മുതൽ വചനം. നമുക്കെല്ലാം കാണാപ്പാടറിയാവുന്ന വചനമാണെങ്കിൽ അതിൻ്റെ ജ്ഞാനത്തിലേക്ക് പോവുകയാണ്. നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകണ്ട, ദൈവത്തിൽ വിശ്വസിക്കുവിൻ, എന്നിലും വിശ്വസിക്കുവിൻ. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. ഇല്ലായിരുന്നെങ്കിൽ അക്കാര്യം നിങ്ങളോട് ഞാൻ പറയുമായിരുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കി കഴിയുമ്പോൾ ഞാൻ ആയിരിക്കുന്നിടത്ത് നിങ്ങളും ആയിരിക്കേണ്ടതിന് ഞാൻ വീണ്ടും വന്ന് നിങ്ങളെയും കൂട്ടിക്കൊണ്ടുപോകും. ഞാൻ പോകുന്നിടത്തേക്കുള്ള വഴി നിങ്ങൾക്കറിയാം. തോമസ് പറഞ്ഞു, കർത്താവേ, നീ എവിടേക്ക് പോകുന്നുവെന്ന് ഞങ്ങൾക്കറിഞ്ഞുകൂടാ, പിന്നെ വഴി ഞങ്ങൾ എങ്ങനെ അറിയും? യേശു പറഞ്ഞു, വഴിയും സത്യവും ജീവനും ഞാനാകുന്നു. എന്നിലൂടെ അല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കിലേക്ക് പോകുന്നില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് അച്ഛൻ തരാൻ പോകുന്ന വചനം മറ്റൊന്നുമല്ല, പരിശുദ്ധാത്മാവിനെ കുറിച്ച്. ഈശോ ശിഷ്യന്മാർക്ക് കൊടുക്കുന്ന ഏറ്റവും വലിയ ഉറപ്പിതാണ്, നിങ്ങൾക്ക് ലഭിക്കാം. ഞാൻ പോയി കഴിയുമ്പോൾ സഹായകനെ ഞാൻ നിങ്ങൾക്ക് അയച്ചു തരും. യോഹന്നാൻ 14:18-19 വചനങ്ങൾ ഈശോ പറയുന്നുണ്ട്, ഞാൻ നിങ്ങളെ അനാഥനായി വിടുകയില്ല, ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരും. അല്പസമയം കൂടി കഴിയുമ്പോൾ ലോകം എന്നെ കാണുകയില്ല, എന്ന് നിങ്ങൾ എന്നെ കാണും. അവിടെ ഈശോയുടെ ഒരു ഏറ്റവും വലിയൊരു ജ്ഞാനം ഈശോ പറയുകയാണ്. ഈശോ പോയി കഴിയുമ്പോൾ ഈശോ സഹായകനായിട്ട് കൊടുക്കുന്നത് പരിശുദ്ധാത്മാവിനെ. ഈ പരിശുദ്ധാത്മാവിനെ അവർക്ക് കിട്ടുന്നത് ഒരൊറ്റ വഴിയിലൂടെയാണ്, ഈശോയിൽ വിശ്വസിക്കുന്നവരിലൂടെയാണ്. നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകണ്ട, ദൈവത്തിൽ വിശ്വസിക്കുവിൻ, എന്നിലും വിശ്വസിക്കുവിൻ. ദൈവത്തിൽ, സ്വർഗപിതാവിൽ വിശ്വസിക്കണം, എന്നിലും വിശ്വസിക്കണം, ഈശോയിലും വിശ്വസിക്കണം. എങ്കിൽ മാത്രമേ ഈ പരിശുദ്ധാത്മാവിൻ്റെ കൃപ നിങ്ങളിലേക്ക് ഒഴുകുള്ളൂ. ഈ പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കുന്ന അനുഭവം ഉണ്ടാവുള്ളൂ. യോഹന്നാൻ 14:15 മുതൽ, നിങ്ങളെന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പന പാലിക്കും. ഞാൻ നിങ്ങളോട് പറയാണ്, ഈശോ പറയാണ്, നിങ്ങളെന്നെ സ്നേഹിക്കുന്നെങ്കിൽ എൻ്റെ കൽപ്പന പാലിക്കും. ഞാൻ പിതാവിനോട് അപേക്ഷിക്കുകയും എന്നേക്കും നിങ്ങളോട് കൂടെ ആയിരിക്കാൻ മറ്റൊരു സഹായകനെ അവിടുന്ന് നിങ്ങൾക്ക് തരികയും ചെയ്യും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ പരിശുദ്ധാത്മാവിനെ കിട്ടുന്നതിൻ്റെ ഒരു അവകാശം ഈശോയെ സ്നേഹിക്കുന്നവർക്കാണ് കിട്ടുന്നത്. ഈശോയെ വിശ്വസിക്കുന്നവരായിട്ടാണ്, ഈശോ ദൈവമായിട്ട് അംഗീകരിക്കുന്ന വ്യക്തിക്കാണ് ഈ ഒരു സഹായകൻ്റെ അനുഭവം കിട്ടുന്നത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. വേറാർക്കും കിട്ടില്ല എന്ന് വെച്ചാൽ ബൈബിൾ പറയുമ്പോൾ അത് വളരെ കൃത്യമായിട്ടാണ്. ഈശോയോടൊരു ഹൃദയപൂർവ്വ സ്നേഹം, ഈശോയുടെ വചനത്തോടുള്ള താല്പര്യം, സ്നേഹത്തിൻ്റെ കൽപ്പനയൊക്കെ പാലിക്കുമ്പോൾ, ദൈവവചനമനുസരിച്ച് ജീവിക്കുമ്പോൾ, ഈശോയെ മാത്രം വിശ്വസിക്കുമ്പോൾ ആണ് ഈ കൃപ നമുക്ക് ലഭിക്കുന്നത്, പരിശുദ്ധാത്മാവിൻ്റെ സഹായം കിട്ടുക. ആണ് അടുത്ത വചനം പറയും, 17-ാമത്തെ വചനം 14-17, ഈ സത്യാത്മാവിനെ സ്വീകരിക്കാൻ ലോകത്തിന് കഴിയുകയില്ല. ലോകം ഈശോ വിശ്വസിക്കുന്നില്ല. അപ്പോൾ നമുക്കൊക്കെ, ഞാനൊക്കെ ഉണ്ട് എൻ്റെ പൗരോഹിത്യ ജീവിതത്തിൽ ഞാനിന്ന് സുവിശേഷ വേല എത്തുമ്പോൾ മിറക്കിളാണ് ഞാൻ കാണുന്നത്. എന്നെ ഇവിടം വരെ എത്തിച്ചത് പരിശുദ്ധാത്മാവാണ്. അരൂപിയുടെ ഒരു സഹായം ഞാൻ എപ്പോഴും രാവും പകലും തന്നെ ഞാൻ അനുഭവിക്കാറുണ്ട്. അരൂപി എല്ലാം ക്രമീകരിക്കുന്നത് കാണാൻ പറ്റും. വരാൻ പോകുന്ന കാര്യങ്ങൾ വെളിപ്പെടുത്തി തരുന്നു, മുന്നോട്ട് നയിക്കുന്നത് കാണാൻ പറ്റും. അത് സന്തോഷങ്ങളുടെ നടുവിലാണെങ്കിലും സങ്കടങ്ങളുടെ നടുവിലാണെങ്കിലും, ഒരു പ്രതിസന്ധികൾ വരികയാണെങ്കിലും, ഒരു രോഗി വരികയാണെങ്കിലും, പാപി വരികയാണെങ്കിൽ, അവിടെ ദൈവം പ്രവർത്തിക്കുന്ന തലം, പരിശുദ്ധാത്മാവ് ഉപയോഗിക്കുന്നൊരു തലം, അത് മനുഷ്യബുദ്ധിക്കോ ആർക്കും ചിന്തിക്കാൻ പറ്റുന്നതിനപ്പുറമുള്ളൊരു തലം ഞാൻ എൻ്റെ ജീവിതത്തിൽ അനുഭവിച്ചിട്ടുണ്ട്. അപ്പം അതുകൊണ്ടാണ് പറയുന്നത്, ഈ അരൂപിയുടെ സഹായത്തിനായിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം, പരിശുദ്ധാത്മാവിനോട് നിരന്തരം പ്രാർത്ഥിക്കുക. തിരുസഭയിലൂടെ ഈശോ ഓരോ ദിനത്തിലും
നമ്മുടെ മേൽ വർഷിച്ചുകൊണ്ടിരിക്കുന്നതും നൽകിക്കൊണ്ടിരിക്കുന്നതും പരിശുദ്ധാത്മാവിനെയാണ്. പക്ഷേ മുമ്പ് ഞാൻ പറഞ്ഞിട്ടുള്ളതുപോലെ രക്തസ്രാവക്കാർ വിശ്വാസത്തോടെയാണ് കർത്താവിൻ്റെ വസ്ത്രത്തിൽ സ്പർശിക്കുന്നത്. വസ്ത്രത്തിൽ തൊട്ടാൽ മതി. അപ്പോൾ വിശ്വാസത്തോടെ സ്പർശിച്ചപ്പോൾ അവളിലേക്ക് സൗഖ്യത്തിൻ്റെ ശക്തി ഒഴുകി സൗഖ്യപ്പെട്ടു. അപ്പോൾ ഈശോ ആത്മാവുണ്ട്, ഈശോയിൽ അഭിഷേകമുണ്ട്, ഈശോ ദൈവപുത്രനാണ്, ഈശോ ജൈവിക ജീവനാണ്, ഈശോ സത്യമാണ്, അവൻ ലോകത്തിൻ്റെ പ്രകാശമാണവൻ, നല്ല ഇടയനാണവൻ, അവൻ ആത്മാവാണ്. അപ്പോൾ ആ ആത്മാവിനെ നമ്മൾ വിശ്വസിക്കണം. ഈശോയുടെ വചനങ്ങളെ നമ്മൾ സംശയം കൂടാതെ വിശ്വസിച്ച് ഈശോയെ സ്നേഹിക്കുമ്പോൾ നമുക്ക് ആ ഗ്രേസ് പരിശുദ്ധാത്മാവിനെയാണ് ഏറ്റവും നമുക്ക് ലഭിക്കുന്നത്. ആണ് യോഹന്നാൻ്റെ സുവിശേഷം 14:23 പറയും, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ കൽപ്പനകൾ പാലിക്കുന്നു, അപ്പോൾ എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കും, ഞങ്ങൾ വന്ന് അവനിൽ വാസമുറപ്പിക്കും. ഇത് വളരെ വലിയൊരു അനുഭവമാണത്, വലിയൊരു അനുഭവമാണത്. ഈ പരിശുദ്ധാത്മാവ് നമ്മെ പ്രൊട്ടക്റ്റ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മനുഷ്യൻ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന പോലൊന്നുമല്ല. മനുഷ്യരാര് നമ്മളെ സംരക്ഷിച്ചാലും നമുക്ക് അത് പോരാ. പരിശുദ്ധാത്മാവിന്, ഈ പരിശുദ്ധാത്മാവിനെ ഈശോ നമുക്ക് തന്നതെങ്ങനെയെന്ന് അറിയാമല്ലോ. ഈശോ കാൽവരി കുരിശിൽ രക്തം ചിന്തി മരിച്ചു കഴിഞ്ഞപ്പോൾ ആ സമയത്താണ് ഈശോ ഈ ആത്മാവിനെ നൽകിയത്. യോഹന്നാൻ 19:34 നമുക്ക് പടയാളികൾ ഒരുവൻ അവൻ്റെ ചങ്കിൽ കൊന്തും കൊണ്ട് കുത്തി, ഉടനെ രക്തവും വെള്ളവും പുറപ്പെട്ടു. അത് കണ്ട ആൾ തന്നെ അപ്പോൾ അവന് പോലും ആ സൗഖ്യം അവൻ കിട്ടുകയാണ്. ഒരുപക്ഷെ ഈ പടയാളിക്ക് അല്പം വിശ്വാസവും കാണുമായിരിക്കും, തീർച്ചയായിട്ടും കാണുമായിരിക്കും. ഒരുപക്ഷെ അവൻ്റെ ജോലി അവൻ നിർവഹിച്ചെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ അവനിലേക്കും ദൈവത്തോടെ ആ ശക്തി ഒഴുകുന്നു, സൗഖ്യം അരൂപിയാണ് അവിടെ പ്രവർത്തിക്കുന്നത്. അപ്പസ്തോലന്മാരായിട്ട് ഈശോ 12 പേരെ തിരഞ്ഞെടുക്കുമ്പോൾ അവർ കൊടുക്കുന്നതെന്താണ്? ലൂക്ക 9:1-2 അവൻ 12 അപ്പസ്തോലന്മാരെ തിരഞ്ഞെടുത്ത് സകല പിശാചുക്കളുടെ മേൽ അവർക്ക് അധികാരവും ശക്തിയും കൊടുത്തു. അപ്പം അധികാരത്തോടൊപ്പം ശക്തി, പരിശുദ്ധാത്മ ശക്തി കൊടുക്കുക. ഈ ഒരു ശക്തി അവരിൽ പ്രവർത്തിക്കുന്നത് കാണാൻ പറ്റുമേ. അവർ പോകുന്ന വഴികളെല്ലാം ഈ ആത്മാവ് അവർ സഹായിക്കുന്നത് കാണാൻ പറ്റും. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് നിരന്തരം നമ്മൾ നിറഞ്ഞാൽ മാത്രമേ നമ്മളുടെ ബന്ധനങ്ങൾ, കെട്ടുകൾ, പാപശക്തികൾ, അസ്വസ്ഥതകൾ, അശുദ്ധി, മ്ലേച്ഛതയൊക്കെ നമ്മൾ വിട്ടുപോകുള്ളൂ. നാം വിശുദ്ധീകരിക്കപ്പെടണമെങ്കിൽ പരിശുദ്ധാത്മാവ് നമ്മൾ നിറയണം. നാം ദൈവമകനും ദൈവമകളുമായിട്ട് മാറണമെങ്കിൽ നാം പരിശുദ്ധാത്മാവിൽ നിറയണം. അതാണല്ലോ റോമലേഖനം 8:14-15 മുതൽ വചനം വായിക്കുമ്പോൾ പറയുന്നുണ്ട്, ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാം ദൈവത്തിൻ്റെ മക്കളാണ്. എൻ്റെ അർത്ഥം എന്താ? ദൈവത്തിൻ്റെ മക്കളെ ദൈവാത്മാവാണ് നയിക്കുന്നത്. അവിടെ ചിന്തകളോ വാക്കുകളോ തീരുമാനങ്ങൾ ദൈവാത്മാവിനാലാണ് നയിക്കപ്പെടുന്നത്. അവിടെ വാക്കുകൾ ഇന്ന് പല ജീവിതങ്ങളും കാണുമ്പം നമുക്ക് മനസ്സിലാവും അവർ നയിക്കുന്നത് വേറെ ഏതോ അരൂപിയ, ലോകാരൂപിയ, ബുദ്ധിയുടെ അരൂപിയ, ഇൻ്റലക്ച്വൽ ഡാർക്ക്നെസ്സിൻ്റെ അരൂപിയ. ചിലരെ നയിക്കുന്നത് ജഡിക പാപത്തിൻ്റെ അരൂപിയ, ചിലരെ നയിക്കുന്നത് ധനക്കൊതിയുടെ അരൂപിയ, ചിലരെ നയിക്കുന്നത് യോഹന്നാൻ 8:44 പറയുന്ന നുണയുടെ ആത്മാക്കളാണ്. നുണ മാത്രമേ പറയുള്ളൂ, പച്ചക്കള്ളം പറയും, നല്ല കഴിവാണ്. നുണയുടെ അരൂപികൾ, കപടാരൂപികൾ പ്രവർത്തിക്കും. ഗലാത്യ 6:7 ചില ആളുകൾ കാപട്യത്തിൻ്റെ ആത്മാവ് പ്രവർത്തിക്കും, ചിലർ അഹങ്കാരത്തിൻ്റെ, ജെറമ്യ 50:31 പറയുന്ന അഹങ്കാരത്തിൻ്റെ അരൂപി പ്രവർത്തിക്കും. ചിലർ കാണാൻ പറ്റും വെറുപ്പിൻ്റെ, പകയുടെ ആത്മാക്കൾ, പകയുടെ. അത് ബന്ധിക്കുമ്പോൾ കാണാം, ഇത് ബന്ധിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഈ വ്യക്തിയിൽ നിന്ന് ഇറങ്ങിപ്പോന്ന് കാണാൻ പറ്റും. കഴിഞ്ഞ നാളുകളിൽ ഒരു വലിയൊരു ഫാമിലി പ്രശ്നം എൻ്റെ അടുത്ത്, ഫാമിലി ശരിക്കും അത് ഒരു വലിയൊരു മിറക്കിൾ, അത് പറയാൻ മുഴുവനായിട്ടില്ല, വെയിറ്റ് ചെയ്യണം ഞാൻ. അപ്പോൾ അതായത് ആ ഒരു കുടുംബത്തിൻ്റെ കുടുംബനാഥയ്ക്ക് ഒരു ക്യാൻസർ രോഗമുണ്ട്. കുടുംബനാഥൻ ആണ്, രണ്ടുപേരും കൂടാണ്. പക്ഷേ രണ്ടും ഭയങ്കര വൈരാഗ്യത്തിലും വെറുപ്പിലും പ്രശ്നത്തിലൊക്കെ കഴിയുന്നത്. അപ്പം ഞാൻ വന്ന് ബന്ധിച്ച് പ്രാർത്ഥിക്കുമ്പോൾ രണ്ടുപേരും ബോധം കെട്ട് താഴെ. പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഇവരിലേക്ക് ഒഴുകുന്ന, നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ശക്തി ഒഴുകി, ശക്തി ഒഴുകിട്ട് ഇവിടെ ശരീരത്തിൽ രോഗപീഠയിലൊക്കെ ഇറങ്ങി പ്രവർത്തിക്കുക. സംഭവിച്ചത് ഡെലിവറൻസ് പ്രയർ കഴിഞ്ഞപ്പോൾ ഈ ഹസ്ബൻഡിന് ഭയങ്കര വിടുതൽ. ശരിക്കും ആ വ്യക്തിയിലുണ്ടായിരുന്ന കോപം, വെറുപ്പ്, നിരാശ ഇതെല്ലാം വിട്ടങ്ങ് പോയി.
ഈ മകളിൽ പ്രകടമായ അടയാളങ്ങൾ നമ്മൾ കണ്ടില്ല. പക്ഷേ ഒരു അത്ഭുതം നടന്നത് ആ നിമിഷം മുതൽ ആ മകൾക്ക് സൗഖ്യം കിട്ടാൻ തുടങ്ങി. അരൂപി പ്രവർത്തിക്കാൻ തുടങ്ങി, ചലനം തുടങ്ങി ദൈവാത്മാവിൻ്റെ. അപ്പോൾ ഈ വെറുപ്പിൻ്റെ പിശാച വീട്ടിൽ നിന്ന് പോയപ്പോൾ തന്നെ രോഗങ്ങളൊക്കെ വിട്ടുപോകുകയാണ്. അപ്പം ഇങ്ങനെയുണ്ട്, ചില അരൂപികളുണ്ട്. അപ്പോൾ ചില ആളുകളെ നയിക്കുന്നത് ദുഷ്ടാരൂപികൾ. അപ്പോൾ പരിശുദ്ധാത്മാവിനെ നയിക്കപ്പെടുന്ന വ്യക്തികളാണ് ദൈവമക്കൾ. അപ്പോൾ പൈശാചിക ശക്തികളാൽ നയിക്കപ്പെടുന്നവൻ പിശാചിൻ്റെ മക്കളായിട്ട് മാറും. അതാണല്ലോ 1 യോഹന്നാൻ 3-ാം അധ്യായത്തിൽ 1 യോഹന്നാൻ 3-ാം അധ്യായത്തിൻ്റെ 4 മുതൽ 10 വരെ. പാപം ചെയ്യുന്നവൻ നിയമം ലംഘിക്കുന്നു. പാപം നിയമലംഘനമാണ്. പാപങ്ങൾ ഏറ്റെടുക്കാൻ വേണ്ടിയാണ് അവൻ പ്രത്യക്ഷനായത് എന്ന് നിങ്ങൾ അറിയുന്നു. അവനിൽ പാപമില്ല. അവനിൽ വസിക്കുന്ന ഒരുവനും പാപം ചെയ്യുന്നില്ല. പാപം ചെയ്യുന്ന ഒരുവനും അവനെ കണ്ടിട്ടില്ല, അറിഞ്ഞിട്ടുമില്ല. കുഞ്ഞുമക്കളെ, നിങ്ങളെ ആരും വഴിതെറ്റിക്കാതിരിക്കട്ടെ. നീതി പ്രവർത്തിക്കുന്ന ഏവനും അവൻ നീതിമാനാണ് ആയിരിക്കുന്നത് പോലെ നീതിമാനാണ്. പാപം ചെയ്യുന്നവൻ പിശാചിൽ നിന്നുള്ളവനാണ്. കൊണ്ടോ, പാപം ചെയ്യുന്നവൻ പിശാചിൽ നിന്നുള്ളവനാണ്. എന്നാൽ പിശാച് ആദ്യം മുതലേ പാപം ചെയ്യുന്നവനാണ്. പിശാചിൻ്റെ പ്രവർത്തികളെ നശിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ദൈവപുത്രൻ പ്രത്യക്ഷനായത്. പിശാചിൻ്റെ പ്രവർത്തികളെ നശിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ദൈവപുത്രൻ പ്രത്യക്ഷനായത്. ദൈവത്തിൽ നിന്ന് ജനിച്ച ഒരുവനും പാപം ചെയ്യുന്നില്ല, കാരണം ദൈവ ചൈതന്യം അവനിൽ വസിക്കുന്നു. കാരണം ദൈവ ചൈതന്യം അവനിൽ വസിക്കുന്നു. കണ്ടോ, ദൈവത്തിൽ നിന്ന് ജനിച്ച ഒരുവനും പാപം ചെയ്യുന്നില്ല, കാരണം ദൈവ ചൈതന്യം, അതായത് പരിശുദ്ധാത്മാവ് അവനിൽ വസിക്കുന്നു. പരിശുദ്ധാത്മാവിന് അവന് സ്ഥാനമുണ്ട്. അപ്പോൾ അവന് പാപം ചെയ്യാൻ പറ്റിയല്ല. ഈശോയ്ക്കെതിരെ പറയാൻ പറ്റില്ല, തിരുസഭയ്ക്കെതിരെ പറയാൻ പറ്റില്ല, കള്ളം പറയാൻ പറ്റില്ല, അവന് അഹങ്കരിക്കാൻ പറ്റില്ല, അവന് അസൂയപ്പെടാൻ പറ്റില്ല, കാപട്യം കാണിക്കാൻ പറ്റില്ല, വക്രത കാണിക്കാൻ പറ്റില്ല, നുണ പറയാൻ പറ്റില്ല. വചനം പറയുക, കാരണം ദൈവ ചൈതന്യം അവനിൽ വസിക്കുന്നു. അവൻ ദൈവത്തിന് ജനിച്ചവനായതുകൊണ്ട് അവന് പാപം ചെയ്യാൻ സാധ്യമല്ല. കണ്ടോ, പരിശുദ്ധാത്മാവിൽ ജനിച്ചവന് പാപം ചെയ്യാൻ സാധ്യമല്ല, കാരണം മുഴുവനായും ദൈവസ്നേഹത്തിലാണ്. പരിശുദ്ധാത്മാവ് നിറയുമ്പോഴാണ് ദൈവസ്നേഹം നിറയുന്നത്. അവന് പിന്നെ ഈശോയ്ക്കാണ് 1-ാം സ്ഥാനം, സുവിശേഷത്തിന് 1-ാം സ്ഥാനം. വിശുദ്ധിയുടെ വഴി പോകാൻ പറ്റുള്ളൂ, അല്ലാതെ പറ്റത്തില്ല. അപ്പം ലോകാരൂപി പൈശാചിക ശക്തി നിറ, അങ്ങനെ ചില അരൂപി മാറി നിൽക്കും. അരൂപികൾ വേറെയാണ്. ലോകത്ത് നമ്മൾ സൂക്ഷിക്കണം. എല്ലായിടത്തും ഏത് അരൂപിയാണെന്ന് തിരിക്കുക. അതാണ് 1 യോഹന്നാൻ 4:1 പറയുന്നത്. എല്ലാ ആത്മാക്കളെയും നിങ്ങൾ വിശ്വസിക്കരുത്. യോഹന്നാൻ ശ്ലീഹ പറയുക, എല്ലാ ആത്മാക്കളെയും നിങ്ങൾ വിശ്വസിക്കരുത്. ചില ദർശനങ്ങൾ കാണുന്ന, ചില അടയാളങ്ങൾ കാണിക്കുന്ന, അപ്പോൾ ഈശോയെക്കുറിച്ചൊക്കെ പറയുന്ന അരൂപികളുണ്ട്, പൈശാചികശക്തികളുണ്ട്. ദൈവവചനമൊക്കെ പറയുന്ന പിശാചുക്കളും. അതാണ് ഈ വചനം പറയുന്ന മത്തായി സുവിശേഷം 4:5-6 വചനം കാണുമ്പോൾ അവിടെ കാണാൻ പറ്റുമേ, ശരിക്കും കാണാൻ പറ്റും. അവിടെ പറയുന്നുണ്ട്, പിശാച് പറയുന്നുണ്ടല്ലോ, ഈശോയുടെ വചനത്തിന് എതിര് പറയുന്നുണ്ടല്ലോ. അതായത് നീ ദേവാലയത്തിന് മുകളിൽ നിന്ന് ചാടിക്കൊള്ളു, പേടിക്കൊന്നും വേണ്ട, മാലാഖമാർ നിൻ്റെ കൈകളിൽ താങ്ങിക്കൊള്ളും. അപ്പം അതൊക്കെ പൈശാചിക വചനം പറയുന്ന കാണാൻ പറ്റും. ദുഷ്ടാരൂപികൾ അങ്ങനെയുണ്ട്. അപ്പം അതാണ് തിരിച്ചറിയണം. അപ്പോൾ ഇവിടെ വചനം പറയാം, റോമാലേഖനം 8:14 പറയാം, ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാം ദൈവത്തിൻ്റെ മക്കളാണ്. ഒരാളെ ദൈവമകനും ദൈവമകളുമാക്കി മാറ്റുന്നത് പരിശുദ്ധാത്മാവാണ്. അതുകൊണ്ടാണ് യോഹന്നാൻ 3 മുതൽ 7 വരെയുള്ള വചനത്തിൽ ഈശോ പറയുന്നത്, നിക്കോദെമോസിനോടാണ് പറയുന്നത്, ജലത്താലും ആത്മാവിനാലും വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ ദൈവരാജ്യത്തിൽ പ്രവേശിക്കില്ല. ശരിക്കും എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യഥാർത്ഥ ക്രിസ്ത്യാനിയാരാണ്, യഥാർത്ഥ ദൈവമകനാണ്, ആ വ്യക്തി പരിശുദ്ധാത്മാവിൻ്റെ മുഴുവൻ നിയന്ത്രണത്തിലാണ്. ആ വ്യക്തിയുടെ തീരുമാനങ്ങളെല്ലാം പരിശുദ്ധാത്മാവ് നയിക്കും. ബലഹീനതകളിൽ സഹായിക്കുന്നവരാണ് പരിശുദ്ധാത്മാവ്. നാം ബലഹീനരായിരിക്കുമ്പോഴും പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കും. വേണ്ട വിധം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് നമുക്കറിഞ്ഞുകൂടാ. അപ്പോൾ അവാച്യമായ നെടുവീർപ്പുകളാൽ ആത്മാവ് തന്നെ നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്നുവെന്ന് തിരുവചനം പറയുന്നുണ്ട്. റോമാലേഖനത്തിൻ്റെ 8-ാം അധ്യായത്തിലാണ്. 8-ാം അധ്യായത്തിൻ്റെ 25 മുതൽ 30 വരെയുള്ള വചനം വായിക്കുമ്പോൾ അവിടെ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നു. നമുക്ക് നമ്മുടെ ബലഹീനതയിൽ ആത്മാവ് നമ്മെ സഹായിക്കുന്നു. വേണ്ട വിധം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് നമുക്കറിഞ്ഞുകൂടാ. എന്നാൽ
അവാച്യമായ നെടുവീർപ്പുകളാൽ ആത്മാവ് തന്നെ നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്നു. ഹൃദയങ്ങൾ പരിശോധിക്കുന്നവൻ ആത്മാവിൻ്റെ ഇംഗിതം ഗ്രഹിക്കുന്നു. കണ്ടോ, ഹൃദയങ്ങൾ പരിശോധിക്കുന്നവൻ ആത്മാവിൻ്റെ ഇംഗിതം. എപ്പോഴും നമ്മൾ അറിയേണ്ടത് ആത്മാവിൻ്റെ സ്വരമാണ് തിരിച്ചറിയേണ്ടത്. പരിശുദ്ധാത്മാവിൻ്റെ സ്വരത്തിന് ചെവി കൊടുക്കണം. ലോകത്തിൻ്റെ സ്വരത്തിന് ചെവി കൊടുക്കരുത്. തിരിച്ചറിയാൻ പറ്റണം. നമുക്ക് കിട്ടുന്ന ഉപദേശങ്ങൾ, ആളുകൾ നമുക്ക് ചില ഉപദേശം തരും, നമ്മൾ ചിലപ്പോൾ സഹായിക്കും. അപ്പം അത് പരിശുദ്ധാത്മാവിലാണോ പൈശാചിക ശക്തിയാണോ തിരിച്ചറിയണം. നമ്മൾ ചില തീരുമാനം ഭാവിയെക്കുറിച്ച് എടുക്കുന്നത്, കുടുംബത്തെക്കുറിച്ച്, മക്കളെക്കുറിച്ച് എടുക്കുമ്പോൾ ദൈവാരൂപിയാണോ ലോകാരൂപിയാണോ പൈശാചിക രൂപിയാണോ പ്രവർത്തിക്കുന്ന തിരിച്ചറിയണം. ചില മ്ലേച്ഛ പാപങ്ങൾ കഴിയുമ്പോൾ നമ്മുടെ കൂടെയുള്ള ആത്മാവ് മുഖമുത്തി കരയുമെന്ന് പറയും. അതുകൊണ്ടാണ് പ്രവാചകൻ്റെ പുസ്തകത്തിൽ പറയുന്ന പോലെ, കർത്താവിൻ്റെ വചനം പറയുന്ന പോലെ, നിങ്ങൾ അനുദപിക്കുന്നില്ലെങ്കിൽ എൻ്റെ ആത്മാവ് രഹസ്യമായി കരയുമെന്ന് പറയും. അനുദപിക്കുന്നില്ലെങ്കിൽ രഹസ്യത്തിൽ നിന്ന് കരയുമെന്ന് പറയും. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ പരിശുദ്ധാത്മാവിൻ്റെ ദിനത്തിന് അടിമ വെക്കുക. നിന്റെ ശരീരവും മനസ്സും ആത്മാവും ബുദ്ധിയെല്ലാം പരിശുദ്ധാത്മാവിന് അടിമ വെക്കുക. ദൈവവചനം എപ്പോഴും വായിക്കുക. പരിശുദ്ധാത്മാവിനെ ഒരു വ്യക്തിബന്ധം, പരിശുദ്ധാത്മാവായിട്ടൊരു വ്യക്തിബന്ധം നേടിയെടുക്കുക. അത് ഓരോ വ്യക്തിയും ചെയ്യേണ്ട കാര്യം. ഇപ്പോൾ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അനേക ഹൃദയങ്ങളിൽ ആത്മാവ് പ്രവർത്തിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അനേക ഹൃദയങ്ങൾ സ്പർശിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അനേകരുടെ ബന്ധനങ്ങൾ പൊട്ടിയിട്ടുണ്ട്. സാത്താൻ്റെ കെട്ടുകൾ അഴിഞ്ഞിട്ടുണ്ട്. ദൈവശക്തി വെളിപ്പെട്ടിട്ടുണ്ട്. ഈ സമയത്ത് സംഭവിക്കട്ടെ വെച്ചാൽ വീണ്ടും പ്രാർത്ഥിക്കുക. ദൈവാത്മാവ് നിങ്ങൾ ഇറങ്ങി, ദൈവകൃപ നിങ്ങൾ ഇറങ്ങി സാത്താൻ്റെ കെട്ടുകൾ, ബന്ധനങ്ങൾ മുഴുവൻ അഴിച്ചു മാറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്കൊരു നിമിഷം കാര്യങ്ങൾ തുറന്നു പിടിക്കാം. പരിശുദ്ധാത്മാവേ, ഇന്ന് ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരണമേ. ഞങ്ങളെ കിട്ടുന്ന പാപത്തിൻ്റെ, സാത്താൻ്റെ എല്ലാ ബന്ധനങ്ങളും ഞങ്ങൾ അഴിച്ചു മാറ്റണമേ. അഹങ്കാരത്തിൻ്റെ, അശുദ്ധിയുടെ, വെറുപ്പിൻ്റെ ബന്ധനം അഴിച്ചു മാറ്റണമേ. ഞങ്ങളുള്ള മാനസിക വിഷമങ്ങൾ, ദുഃഖങ്ങൾക്ക് എടുത്തു മാറ്റണമേ. പരിശുദ്ധാത്മാവേ, ഞങ്ങൾ കൂടെ വസിക്കണമേ. സ്ലീഹന്മാർ നിറഞ്ഞ് പ്രവർത്തിച്ചതുപോലെ, വിശുദ്ധരുടെയൊക്കെ ജീവിതത്തിൽ നിറഞ്ഞ് പ്രവർത്തിച്ചതുപോലെ ഞങ്ങളെയും പരിശുദ്ധാത്മാവ് സഹായിക്കണമേ. ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. പരിശുദ്ധാത്മാവേ, ഞങ്ങളിലുള്ള പഴയ മനുഷ്യരെ ഉരിഞ്ഞു മാറ്റി പുതിയ മനുഷ്യനായ ഈശോയെ സ്നേഹിക്കാനും ഈശോയെ ആഴത്തിൽ അനുഭവിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. പരിശുദ്ധാത്മാവേ, ഞങ്ങളിലുള്ള മുഴുവൻ പൈശാചിക ശക്തികളെയും ബഹിഷ്കരിച്ച് ഞങ്ങളെ ദൈവമകനും ദൈവമക്കളുമാക്കി രൂപാന്തരപ്പെടുത്തണമേ. നമുക്കൊരു നിമിഷം സ്തുതിക്കാം. ഹല്ലേലൂയ. ഈശോ ആരാധന. യേശുവേ നന്ദി, സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവമേ നന്ദി പറയുന്നു, ആരാധിക്കുന്നു. ഹല്ലേലൂയ. യേശു ആരാധന, ആരാധന. ഹല്ലേലൂയ. യേശു ആരാധന, സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എല്ലാ കെട്ടുകളും ബന്ധനങ്ങളും പാപപൈശാചിക പീഡകൾ ഈ സമയത്ത് ദൈവമക്കളിൽ നിന്ന് വിട്ടുപോകട്ടെ എന്ന് കൽപ്പിക്കുന്നു. ഓരോ മകനിലും, ഓരോ മകളിലും, ഓരോ കുടുംബത്തിലുള്ള തടസ്സങ്ങളും കെട്ടുകളും അന്ധകാരത്തിൻ്റെ പ്രവർത്തനങ്ങളും നീങ്ങിപ്പോകട്ടെ എന്ന് കൽപ്പിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും തിരുനാമത്തിൽ ആമേൻ. ഈശോ അനുഗ്രഹിക്കട്ടെ. ആരാധന 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 ഹൃദയം കൊണ്ട് അറിഞ്ഞ ആരാധന 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 ഹല്ലേലൂയ 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 Hallelujah, 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 Hallelujah. യേശുനാഥാ നീ എൻ ദൈവം, യേശുനാഥാ നീ എൻ ആശ്രയം, യേശുനാഥാ നീ എൻ ശക്തിയും എൻ്റെ കോട്ടയും നീ മാത്രമേ. യേശുനാഥാ നീ എൻ ദൈവം, യേശുനാഥാ നീ എൻ ആശ്രയം, യേശുനാഥാ നീ എൻ ശക്തി
എൻ്റെ കോട്ടയും നീ മാത്രമേ. ഒരു നിമിഷം നമുക്ക് ഈശോയുടെ മാപ്പ് പറയാം. വന്നുപോയ എല്ലാ പാപങ്ങളെയും ഓർത്ത് നമ്മൾ ശ്രദ്ധിക്കുക. ദൈവം തന്ന അടയാളങ്ങളും ദൈവം തന്ന സന്ദേശങ്ങളും ദൈവം തന്ന വചനങ്ങളെയും നിന്ദിക്കുകയും പരിഹസിക്കുകയും അത് അവഗണിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ദൈവത്തോട് മാപ്പ് പറയാം. നിത്യജീവിതം മാത്രം മുന്നിൽ കണ്ടു ജീവിക്കാം. ഒരു നിമിഷം ജീവിതത്തിൽ വന്ന തെറ്റുകളെ ഓർത്ത് പശ്ചാത്തപിക്കുക. Have mercy on me, have mercy on me, have mercy on me, oh Lord. Have mercy on me, have mercy on me, have mercy on me, oh Lord. I sinned against you, ran away from you, broken your heart, Father. I sinned against you, ran away from you, broken your heart, Father. Have mercy on me, have mercy on me, have mercy on me, oh Lord. Have mercy on me, 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 oh Lord. നിത്യനാടതിൽ എന്നെ ചേർക്കുവാൻ, നിത്യനാടതിൽ എന്നെ ചേർക്കുവാൻ മേഘത്തേരിൽ നീ വന്നിടണേ. യേശുരാജാവായി വന്നിടണേ. ആരാധിച്ചിടും കുമ്പിട്ടിടും ഞാൻ, ആരാധിച്ചിടും കുമ്പിട്ടിടും ഞാൻ സ്വർഗനാടതിൽ യേശുവിനെ. Hallelujah, hallelujah, hallelujah. Shoye, hallelujah, hallelujah, hallelujah. Hallelujah, 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 hallelujah. Shoye, hallelujah, hallelujah, hallelujah. Hallelujah, 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 hallelujah. Hallelujah, 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 hallelujah. Shoye, hallelujah, hallelujah, hallelujah. Hallelujah, hallelujah. Shoye